നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബ്രെയിനും മൈൻഡും അസോസിയേറ്റുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് ആങ്സൈറ്റി, ഡിപ്രഷൻ, വറി. ഇത് ഇല്ലാത്ത ഒരു ആളുകളുമില്ല. അതിൻ്റെ കാരണം പലതാണ്. നമ്മളതിനെ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിഷാദം. ആളുകൾക്ക് പല രീതിയിലും വിഷാദത്തിന് പ്രത്യേക കാരണങ്ങളൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ വിചാരിച്ച ഒരു ജോലി കിട്ടിയില്ല ചെറുപ്പക്കാർക്ക്, അത് വിഷാദം ഉണ്ടാക്കും. പിന്നെ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് വിഷാദം ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആവശ്യത്തിലധികം ഈ വിദ്യാഭ്യാസത്തിന്, അതായത് സബ്ജക്റ്റുകളുണ്ടാക്കി അവരെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കും. കാരണം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, പ്രധാനമായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ശുദ്ധജലം, ശുദ്ധവായു, ശുദ്ധമായിട്ടുള്ള ആഹാരം. ഈ 3 സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്നത് മുഴുക്കെ വിഷാദത്തിന് കഴിക്കുന്നതിനേക്കാൾ മാരകമായിട്ടുള്ള വിഷാംശമാണ് നമ്മൾ ഓരോ ദിവസവും കുട്ടികൾ തൊട്ട്, പാൽ കുടിക്കുന്ന കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള ആളുവരെയും കഴിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു വിഷാദത്തിന് കാരണങ്ങളാണ്. പിന്നെ ശുദ്ധജലം ഇല്ലെങ്കിൽ തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ നോർമലായിട്ട് നടക്കില്ല. അപ്പം അതും ഒരു കാരണങ്ങളിലൊന്നാണ്. ഇപ്പോൾ ഡോക്ടർ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഇതിൽ പറയുന്നില്ലല്ലോ. ഇതിൻ്റെ ബേസാണ് ഞാൻ പറയുന്നത്. പിന്നെ ഏറ്റവും അത്യാവശ്യം വേണ്ടുന്നത് ഓക്സിജനാണ്, അതായത് പ്രാണവായു. നമ്മുടെ വായു പല കാരണങ്ങളും കൊണ്ടും മലിനമാണ്. ഇപ്പോൾ ഉദാഹരണം, ഈ മോഡേൺ യുഗത്തിൽ ഈ ബൈക്കില്ലാത്ത വീടുകളില്ല, കാറില്ലാത്ത വീടുകളില്ല, പുക ഉണ്ടാക്കാത്ത വീടുകളില്ല. ഇത് മുഴുക്കുകയും ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കും. ഇപ്പം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടെല്ലാം കിട്ടുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ആഹാരത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, വെള്ളവും ഇതുപോലെ തന്നെ ശുദ്ധജലമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം, ഇപ്പോൾ നമുക്ക് ഓരോ ശുദ്ധജലം എന്നവർ പറഞ്ഞ് തരുന്നത് എന്താണ്? ഈ ക്ലോറിൻ കണ്ടൻ്റാണ്. ഈ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലീച്ചിങ് പൗഡർ. ഇത് തന്നെ ഇടും. ഇത് തന്നെയും ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാവും. അത് ശരീരത്തിനെ അഫക്റ്റ് ചെയ്യുന്നതെല്ലാം മനസ്സിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഇത് വിഷാദത്തിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇതിന് നാച്ചുറലായിട്ടുള്ള പ്രതിവിധിയുണ്ട്. ഉദാഹരണം, ഒരാൾക്ക് മാനസിക രോഗം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇപ്പോൾ അവരുടെ ജോലി തിരക്കുകൊണ്ടാവാം, ജോലി കിട്ടാത്തതായിരിക്കും, കല്യാണം കഴിച്ചതുകൊണ്ടാവാം, കല്യാണം കഴിക്കാത്തത് കൊണ്ടാവാം. എല്ലാത്തിനും വിഷാദമാണ്. കാരണം ഇതിനൊന്നും നമുക്കൊരു ബേസിക് സ്റ്റഡിയോ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിന് നാച്ചുറലായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന്, പ്രാണായാമ. പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഈ വായു കഴിക്കണം. ശ്വസിക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കഴിക്കുകയാണ്, ഫുഡ് പോലെ. പിന്നെ യോഗ, മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനിൽ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞതുള്ള പ്രാണായാമ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അത് തലച്ചോറിനകത്ത് ഓക്സിജൻ ലെവൽ കൂടാനും നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ വരയ്ക്കും പ്രധാനമായിട്ടുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു സൈക്കോളജിക്കലുണ്ട്, സൈക്കോട്രിക് ഡ്രഗ്സുകളുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഫങ്ഷനെ ഒന്നിൽ തൽക്കാലത്തേക്ക് ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ഒരു സെഡേറ്റീവ്സ് അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് പോലെ എടുക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് വരും. പിന്നെ സിവിയർ ഫോം ഓഫ് മെൻ്റൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഷോക്ക് വരെയും കൊടുക്കും. അപ്പോൾ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് ശരിയല്ലെങ്കിൽ തന്നെ നമുക്ക് താൽക്കാലികമായിട്ട് ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഉദാഹരണം, നമ്മളെപ്പോഴും നമ്മുടെ ഉയർന്ന ആളിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്ന ആളിനെ പറ്റി നമ്മൾ നോക്കുക. മേളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വരും. അപ്പോൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം കഷ്ടപ്പാട് അവർ വരുന്നു. ആ കണക്കിന് നമുക്ക് വളരെ സന്തോഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു രീതി നമ്മൾ പഠിപ്പിക്കണം. പിന്നെ നാച്ചുറലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷാദത്തിന് നാച്ചുറലായിട്ട്
നാച്ചുറലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് നമുക്ക് നമ്മുടെ ആഹാരത്തിന് അല്ലെങ്കിൽ ഈ മരുന്നുകളെ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ കിട്ടുന്ന മുഴുക്കെ എൻഡോസൾഫാൻ പോലുള്ള മാരകമായിട്ടുള്ള വിഷാംശം ചേർന്നിട്ടുള്ളതാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കഴിയുന്നത് നമ്മുടെ വീടുകളിൽ കഴിച്ചു കഴിഞ്ഞാൽ അത്രയും കുഴപ്പം വരില്ല. ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ടും ഇതിൻ്റെ പ്രതിവിധി വളരെ കുഴപ്പമൊക്കെ ചെയ്യുന്നതായതുകൊണ്ടും 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ ഏത് സിസ്റ്റം ഓഫ് ഫിസിഷ്യനെ കഴിഞ്ഞാലും അതിനെല്ലാം എഫക്റ്റീവായിട്ടുള്ള അഡ്വൈസ് അവർ തരും. ഇപ്പോൾ ഉദാഹരണം നമുക്ക് നാച്ചുറലായിട്ട് തന്നെ എടുക്കാം. ഈ ഹെർബോളജിയിൽ നമുക്ക് ഈ ബ്രഹ്മി എന്ന് പറയും. ഈ ബ്രഹ്മി എന്ന് പറഞ്ഞിട്ട് ഒരു സസ്യമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ വിഷാംശങ്ങളെ മുഴുക്കി എടുക്കാനുള്ളതുകൊണ്ട് പിന്നെ മാക്സിമം ഓക്സിജൻ സപ്ലൈ ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ പറയും നമ്മുടെ സയൻറ്റിസ്റ്റ് മോശക്കാരല്ല, എന്നാലും നമ്മൾ ഈ മെഡിക്കൽ സയൻറ്റിസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ വളരെ കുറവാണ്. പക്ഷേ അമേരിക്കൻസ് ഇതിനെപ്പറ്റി എല്ലാം റിസർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണയില്ലേ, അത് അതിന് പറയുന്നത് വെർജിൻ ഓയിൽ, അതായത് ആട്ടിയെടുക്കുന്നത്. കാരണം മെഷീനിലല്ല, അല്ലാതെ. പക്ഷെ അതിപ്പോൾ ഇല്ല. അതിന് പകരം അവർ ഉപയോഗിക്കുന്നത് ഈ ഉരുക്ക് വെളിച്ചെണ്ണയെ പറ്റി ഒരു സ്റ്റഡി ചെയ്തു. അത് ചെയ്തിട്ട് ഈ വിഷാദത്തിനെ തടയുന്ന എല്ലാ കെമിക്കൽസുകളും ഈ ഉരുക്ക് വെളിച്ചെണ്ണയിലുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത്, മാർക്കറ്റിൽ കിട്ടുന്നത് പാരാച്യൂട്ടെന്ന് പറയും. അപ്പോൾ അവർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ വെറും വയറ്റിൽ ഓരോ സ്പൂൺ എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷാദം വളരെ കുറഞ്ഞ്, ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇത് മെഡിക്കൽ ബുള്ളറ്റിന് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതൊന്ന്. പിന്നെ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയിലും ധാരാളമുണ്ട്. സിദ്ധ, യുനാനി ഇതിലും എല്ലാം ഉണ്ട് നാച്ചുറലായിട്ട്. ഇതിൽ ഇഞ്ചൂറിയസ് ഉള്ളതും ഇഞ്ചൂറിയസ് ഇല്ലാത്തതും. മോഡേൺ മെഡിസിൻ മോശമൊന്നുമല്ല. അവർ മാക്സിമം വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ് എല്ലാം വളരെ അത്യാവശ്യമാണ്. ഈ ഡിപ്രഷന് വളരെ അത്യാവശ്യമായിട്ടുള്ളത് വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ട്രേസ് മിനറൽസ് വേണം. അതുകൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് കോഎൻസൈം Q10 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്. അത് കോൾഡ് ടു ക്യാൻസറിന് വരെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിന് മാക്സിമം പ്രതിരോധ ശക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതലൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KQ100 എന്ന് പറയും, അല്ലെങ്കിൽ KQ പ്രോഡക്റ്റ് എന്ന്. അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഇത് ഉണ്ടാക്കുന്നില്ല. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ സെറം ഇന്ത്യയാണ് നമുക്ക് കോവിഡ് വാക്സിനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കഴിഞ്ഞാലും ഈ വിഷാദത്തിന് വളരെ വളരെ പ്രധാനമായിട്ട്, ഞാൻ ഏകദേശം ഒരു 10-35 വർഷമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് പല സോക്കേടിന് കൊടുക്കുന്നുണ്ട്. ഹാർട്ട് പ്രോബ്ലം, ലിവർ പ്രോബ്ലം, മാനസിക രോഗം, ഇതിനെല്ലാത്തിനും വളരെ ഫലപ്രദമാണ്. പിന്നെ ഞാനിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക. പിന്നെ അത് മാത്രമല്ല, എങ്ങനെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ബൈപ്പാസ് സർജറി ചെയ്ത് നിന്ന് നമുക്ക് നേടാൻ സാധിക്കും, ഹാർട്ട് അറ്റാക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും. അതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേസറാണ്, ലേസർ തെറാപ്പി. പിന്നെ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.